ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. അപ്പോൾ നമുക്കറിയാം 2026 ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് ഗവൺമെന്റ് സെക്ടറിലെ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ പോലുള്ള ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു വർഷം നമ്മുടെ മുന്നിലുള്ളത്. കാരണം നമുക്കറിയാം ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകളെല്ലാം എല്ലാ വർഷവും വിളിക്കുന്ന എക്സാമുകളാണ്. പതിവ് പോലെ ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജിയോടുകൂടി പഠിക്കാനുള്ള സമയമാണ്. നമ്മൾ വരുന്ന റാങ്ക് ലിസ്റ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ CPOയുടെ തന്നെയാണെങ്കിൽ അല്ലെ ഓരോ വർഷം കൂടുമ്പോഴും CPO പോലുള്ള എക്സാമിന്റെ കട്ട് ഓഫുകൾ കൂടി വരികയാണ്. അല്ലെ ആദ്യം തന്നെ 40-45 റേഞ്ചിൽ നിന്ന കട്ട് ഓഫ് പിന്നീട് 50 ആകുന്നു. ഇപ്പോൾ പല ബറ്റാലിയനുകളിലും CPOയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55-നും 60-നും ഇടയ്ക്കാണ്. അപ്പൊ നല്ല രീതിയിൽ കട്ട് ഓഫ് കയറുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കട്ട് ഓഫ് കൂടുമ്പോൾ നേരത്തെ എല്ലാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരുന്നു, നിയമനം കമ്പാരിറ്റീവ്ലി അത് അവിടെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് അവർ ചുരുക്കിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് ചുരുക്കുകയും അതേപോലെ തന്നെ നിയമനം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ബറ്റാലിയനുകളും ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ 250-ന് മുകളില് നിയമനം നടന്ന ബറ്റാലിയനുകൾ വരെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നേടിയെടുക്കാം 2026 ഒരു യൂണിഫോം ജോലി. കാരണം ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ, CPO, WCPO, ഫയർമാൻ. അപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുള്ള പഠനം ഇനി വേണം അല്ലെ. ഈ പറയുന്ന 3 എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെ. ആദ്യം തീർച്ചയായിട്ടും സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. ഈ പറയുന്ന 3 എക്സാമുകളുടെയും സിലബസിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കണം. എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ, ആ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഈ 20 മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. CPO ആണ് എങ്കിൽ ഈ പറഞ്ഞ BNS-ഉം ഭാരതീയ ന്യായ സംഹിതയും അതേപോലുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകൾ, കേരള പോലീസ് ആക്ട്, അങ്ങനെയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന ഏരിയ ആണ് എവിടെയെന്ന് പറയുന്നത് ഈ 20 മാർക്കിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സൈസിലാണ് എങ്കിൽ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നു. ഫയർമാൻ ആണ് എങ്കിൽ ഫയർ, ഫസ്റ്റ് എയ്ഡ് റിലേറ്റ് ചെയ്തുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകൾ വരുന്നു അല്ലെ. ഇതിൽ 3ലും കോമൺ ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ IT ആക്ട് ആണ് അല്ലെ. IT ആക്ട് അതേപോലെ NDPC. അപ്പൊ ഇതിൽ 3ലും കോമൺ ആയിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. IT ആക്ടിന്റെ 2 മാർക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൽ 3ലും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി ഉണ്ട് എങ്കിൽ ഈ 3 എക്സാമിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ട സ്പെഷ്യൽ ടോപ്പിക്സിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയെല്ലാം സിമിലർ ആണ്. ബാക്കി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ 80 മാർക്ക്, അതായത് 82 മാർക്ക് എല്ലാത്തിലും സിമിലർ ആണ്. 82 മാർക്ക്. കാരണം 80 മാർക്കിന്റെ കോമൺ ആയിട്ടുള്ളതും 2 മാർക്ക് IT ആക്ടിന്റെ 2 മാർക്കും വന്ന് 82 മാർക്ക് എല്ലായിടത്തും കോമൺ ആണ്. ബാക്കി 18 മാർക്കിന്റെ വ്യത്യാസം മാത്രമേ എല്ലാ എക്സാമുകളിലും വരുന്നുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് 18 മാർക്കിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈ 18 മാർക്ക് ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നോക്കിക്കോളൂ, നമ്മൾ ഈ പറയുന്ന സിലബസിലേക്ക് നോക്കുമ്പോൾ ഈ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് നമ്മൾ പഠിക്കണം അല്ലെ. നമ്മൾ ചുമ്മാ വലിച്ചു വാരി പഠിക്കാതെ, അതിനുള്ള ടൈം ഇല്ല, വലിച്ചു വാരി പഠിക്കാതെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും സ്പെഷ്യൽ ടോപ്പിക്സിന് കൊടുക്കണം. ഇപ്പൊ 2 എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതായത് CPOയും സിവിൽ എക്സൈസും നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 2ന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ആദ്യം തന്നെ. കാരണം സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രത്യേകത നമ്മൾ മറന്നുപോകും. ഇപ്പം CPOയിലാണെങ്കിൽ ഒരുപാട് സെക്ഷനുകൾ അല്ലെ, മാറ്റം വന്ന സെക്ഷനുകളാണ്, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാർക്ക് കിട്ടുകയുള്ളൂ. കാരണം PYQs ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് ബാക്കി എങ്ങനെ പഠിക്കാം, ബാക്കി നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വരുന്ന ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും സിലബസ് കംപ്ലീറ്റ് കവറപ്പ് ചെയ്യണം. കാരണം സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയുള്ള മാർക്ക് നിങ്ങൾക്ക് നേടിയെടുത്തിരിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക, വളരെ ക്ലിയർ കട്ട് ആയിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ
പറ്റുന്ന വിധത്തിൽ തന്നെ പഠിക്കുക. ഇപ്പൊ നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട അവയുടെ അംഗങ്ങളുടെ എണ്ണം വരെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യുന്ന വിധത്തിൽ ആ ഒരു രീതിയിലുള്ള പഠനം വേണം. പിന്നീട് ഈ പറയുന്ന എന്ത് ചരിത്രവും ഭൂമിശാസ്ത്രവും, അതായത് നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, അവിടെ ടോട്ടല് 10 മാർക്ക് 5 മാർക്ക് വരുന്നുണ്ട്. അതിന് വലിച്ചു വാരിയുള്ള പഠനം വേണ്ട, എന്ത് ചെയ്യുക, SCERT ബേസ് ചെയ്തുള്ള പഠനം മതി. ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും SCERT ബേസ് ചെയ്തുള്ള പഠനം വേണം. അതേപോലെ തന്നെ എന്താണ് സയൻസും ഏകദേശം 4, 3, 7, 3, 10 മാർക്ക് വരുന്നുണ്ട്. ഓൾറെഡി ഈ സയൻസിലെ പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആണ്. ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം നോക്കുവാണെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് PYQs ബേസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ സയൻസിന് പഠനം എന്ന് പറയുന്നത് PYQs ബേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ സയൻസ് ഇവിടെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്കാണ്. ഇവിടെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ വിസർജന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, ഹോർമോണൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഈ 4 മാർക്കിന് വേണ്ടി അത്രയും ടൈം കളയാൻ നമുക്കില്ല. എന്ത് ചെയ്യുക, PYQs ബേസ് ചെയ്തുള്ള പഠനമാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്, അല്ലെ, ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ പറയുന്ന കലാ, കായികം, സാഹിത്യം, സംസ്കാരം PYQs ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. അതിന് അധികം ടൈം കളയാനില്ല. പിന്നെ കറണ്ട് അഫേഴ്സ്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകണം. എന്ന് മുതലുള്ള പഠിക്കണം. ഏകദേശം 2025 ജൂൺ മുതലുള്ള പഠിച്ചു കൊടുക്കുക. 2025 ജൂൺ മുതൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എക്സാമിന് 1 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം. നമ്മുടെ എക്സാം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ജൂൺ വരെയാണ്. അപ്പൊ 2026 മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ക്ലിയർ ആയിട്ട് നോക്കിയിരിക്കണം. 2025 ജൂൺ മുതൽ 2026 മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ക്ലിയർ ആയിട്ട്, എക്സാമിന് 1 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. കറണ്ട് അഫേഴ്സ്. പിന്നീടാണ് മാത്സ് വരുന്നത്. മാത്സ് പലർപ്പോഴും നമുക്കറിയാം 5 മാർക്ക് മാത്സിനും 5 മാർക്ക് മെന്റൽ എബിലിറ്റി ആണ്. ഈ മെന്റൽ എബിലിറ്റിയുടെ 5 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. അല്ല, അവിടെ കോഡിങ്, ഡീകോഡിങ് വരുന്നു, ദിശ വരുന്നു, കലണ്ടർ, ക്ലോക്ക് തുടങ്ങിയ ഏരിയാസ് ആണ്. പിന്നെ ബാക്കിയാണ് 5 മാർക്ക്. എന്ത് ചെയ്യുക, PYQs ബേസ് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷും മലയാളവും PYQs ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. പലതും റിപ്പീറ്റഡ് ചോദ്യമാണ്. PYQ ബേസ് ചെയ്ത് ഇംഗ്ലീഷും മലയാളവും പഠിക്കുക. ആ ഒരു പഠന സ്ട്രാറ്റജി ഉണ്ട് എങ്കിൽ, ഈ ഒരു പഠന സ്ട്രാറ്റജി ഉണ്ട്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 3 മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കേരളം ഭരണ സംവിധാനം, ആ ഒരു 3 മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഈ ഒരു പഠന സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോഴ്സ് പോലുള്ള എക്സാമിന് കൊടുക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 60 മാർക്ക് ആയിരിക്കണം. ഈ 60 മാർക്ക് നമുക്ക് നേടിയെടുക്കണം. 60 മാർക്ക് നേടിയെടുക്കണം. കാരണം നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തണം. 60 മാർക്കിന് മുകളിൽ നമ്മൾ നേടിയിരിക്കണം. ആ ഒരു പഠന സ്ട്രാറ്റജിയോട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പറഞ്ഞ പോലെ WCPO പോലുള്ള എക്സാം ആണെങ്കിൽ അതിൽ കൂടുതൽ വേണം, അല്ലെ, അതിൽ കൂടുതൽ WCPO സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് WCPO നേടിയിരിക്കണം. CPO എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബറ്റാലിയൻ വൈസ് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മിനിമം 60+ മാർക്കെങ്കിലും നേടിയിരിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലുള്ള പഠനം നമുക്ക് വേണം. കോമ്പറ്റീഷൻ ഹൈ ആണ്, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും മത്സരത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. ആ മത്സരത്തിൽ നമ്മൾ വിജയിക്കണം. കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ആ മത്സരത്തിൽ പഠിച്ച് ജയിക്കണം. പിന്നീടുള്ള ഫിസിക്കലാണ്, അത് നിങ്ങൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഏറ്റവും ആദ്യം ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന എക്സാം നല്ല രീതിയിൽ പാസ്സാവുക എന്നുള്ളതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക, പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ പലർക്കും ഇനിയും പഠനം ഒരു ട്രാക്കിലല്ല, റൈറ്റ് ട്രാക്കിലല്ല എന്ന് പലരും നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. അല്ല, നിങ്ങളുടെ പഠനം റൈറ്റ് ട്രാക്കിലാക്കാനായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CPO WCPO ബാച്ച് എന്നാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും, ഡെയിലി പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ഡെയിലി പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക. ലൈവുകൾ ഉണ്ടാവും, വീക്കിലി എക്സാമുകൾ ഉണ്ടാവും, ലൈവ് സെക്ഷൻസ്, അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സെപ്പറേറ്റ് എക്സാമുകൾ. അപ്പൊ ഈ ഒരു പഠന സ്ട്രാറ്റജിയിലൂടെ കൃത്യം 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേണോട് കൂടി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് 90 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും യോജിച്ച ഒരു ബാച്ച് ആണ് നമ്മുടെ CPO WCPO ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു സെക്ഷനുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.